രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ട് മുഖം, ഡബിൾ ഫേസ് ആണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. രേണു സുധിയുടെ ഫെയിമിന് വേണ്ടി, രേണു സുധിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പാകുന്ന എന്നെ കീറി മുറിച്ചു. അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത്. രേണു സുധിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും? ഇത് കൊടുക്കണം, വാർത്തയിൽ കൊടുക്കണം. ഇത് രേണു സുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. രേണു സുധി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവർ വളരെ ഒന്നും വേണ്ടിയാ പറയും, ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? ഞാൻ അങ്ങനെ അതാരം എഴുതി കൊടുത്തിട്ടുണ്ട്. രേണു സുധി എന്നോട് ഒന്നും നന്ദി കാണിക്കുകയും വേണ്ട, നന്ദികേടും കാണിക്കേണ്ട, നന്ദിയും കാണിക്കേണ്ട. എനിക്ക് അതിന് താല്പര്യവും ഇല്ല. അവരറിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചത്, അവരറിഞ്ഞു ചോദിപ്പിച്ചതാണ്. അതിനകത്ത് ഇനി എൻ്റെ മേൽ എന്ത് നടപടി വന്നാലും അവരറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. ബെഡ്റൂം ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്റെ കുഞ്ഞ് ഋതുല് കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു.